ഹേ ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് പോസിറ്റീവ് പാരന്റിങ്ങിനെ കുറിച്ചാണ്. പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പാരന്റ്സിന് ഒരുപാട് സൈക്കോളജിസ്റ്റിന്റെ ഉപദേശങ്ങൾ കിട്ടി എല്ലാം ഒരു കൺഫ്യൂഷനിലാണല്ലേ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ചിലർ പറയും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുക, ചിലർ പറയും ഹാർഡായിട്ട്, അതായത് ഒരുപാട് അങ്ങനെ സോഫ്റ്റ് ഒന്നും ആകേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് ശിക്ഷ കൊടുത്തു തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടത്, വളർത്തിക്കൊണ്ടു പോകേണ്ടത്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഏറെക്കുറെ ശരിയാണെങ്കിൽ പോലും നമ്മൾക്ക് പാരന്റ്സിന് ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരും അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുന്നത് അല്ലെ. എന്താണ് പറയുന്നത്, നമ്മൾ പറയുമല്ലോ, അമിതമായി കഴിഞ്ഞാൽ അമൃതും വിഷമാണ് എന്ന് പറയുന്നത് പോലെ എന്ത് കാര്യമാണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ അത് വിഷമാണ്. അപ്പൊ നമ്മൾ ഫ്രീ ആക്കി അങ്ങ് വിടാമെന്ന് വിചാരിച്ചാൽ അതും കുഞ്ഞിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. എന്നാൽ ഒരുപാട് ഹാർഡ്, അതായത് ഒരുപാട് നമ്മൾ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ അതും ആ കുഞ്ഞിനെ ബാധിക്കും. അപ്പൊ ഇത് രണ്ടിനും ഇടയിൽ നിൽക്കണം അല്ലെ. അപ്പൊ ഒരു ബൗണ്ടറി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം. നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക, പക്ഷെ നമ്മൾ ഫ്രണ്ട്ലി ആകേണ്ട സ്ഥലങ്ങളിൽ ഫ്രണ്ട്ലി ആകുക. കുഞ്ഞിനെ കേൾക്കാൻ ഒരിടമാകുക എന്നുള്ളതാണ്. ഓടി വന്ന് അവന്റെ വിഷമങ്ങളും അവന്റെ ബുദ്ധിമുട്ടുകളും പറയാൻ ഒരു ഇടമാകുക എന്നുള്ളതാണ് പാരന്റ്സിന്റെ ഒരു ഡ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒരു ഡ്യൂട്ടിയിൽ ഒന്ന്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഒന്നെന്ന് പറയുന്നത് അത് തന്നെയാണ്. അവരെ കേൾക്കുക എന്നുള്ളതാണ്, ഗുഡ് ലിസണേഴ്സ് ആവുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളുടെ അടുത്ത്. അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ഓടി വന്ന് പറയും അല്ലെ. അപ്പോൾ പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് പറയേണ്ട കാര്യം, മറ്റുള്ളവരുമായിട്ട്, അതായത് മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ തീർത്തും ഒഴിവാക്കുക. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ക്ലാസ്സിൽ റോഹൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വെച്ചോ, നമ്മുടെ കുഞ്ഞിനേക്കാളും 1-2 മാർക്ക് മേടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയൂലേ, നീ റോഹനെ കണ്ട് പഠിക്കുക, നീ എന്താണ് ഇങ്ങനെ, നീ ഉള്ള പാട്ടിലും ഡാൻസിലും എല്ലാം പോയി അങ്ങ് ചേർന്നേക്കുവാണ്, എന്നിട്ട് നീ ഒന്നും പഠിക്കുന്നില്ല. റോഹനാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല, അവൻ നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടോ, അവൻ സ്റ്റഡീസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെ തെറ്റാണ്. കാരണം അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞിന് ചിലപ്പോൾ ഡാൻസും പാട്ടും ഇതിനൊക്കെ ആയിരിക്കും കൂടുതൽ കഴിവുള്ളത്. ചിലപ്പോൾ അവന് സ്റ്റഡീസിനെക്കാളും കുറച്ചും കൂടി ഈസി എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ ശോഭിക്കാനായിരിക്കും, കുറച്ചും കൂടെ സക്സസ് ഉണ്ടാക്കാനായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ അല്ല. അവർ പല സ്വഭാവക്കാരായിരിക്കും, പല കഴിവുകളായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്താണോ ആ കുഞ്ഞിന്റെ കഴിവെന്ന് കണ്ടെത്തുക, അതിലേക്ക് നമ്മൾ കുഞ്ഞിനെ വിടുക, അത് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞ് ഉറപ്പായിട്ട് സക്സസ് ഉണ്ടാക്കും, ആ ഒരു കാര്യത്തിൽ നല്ല സക്സസ് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് സ്പോർട്സിലായിരിക്കും കൂടുതൽ വാസന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സ്പോർട്സിലേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ്. അല്ലാതെ എപ്പോഴും പഠിത്തം മാത്രം, അങ്ങനെയല്ല. പഠിത്തം വേണം, എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ അതിനൊപ്പം തന്നെ മറ്റുള്ള കഴിവുകൾ കുഞ്ഞിനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതും കൂടി കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവനെ കണ്ടുപഠിക്കൂ, ഇവനെ കണ്ടുപഠിക്കൂ, അങ്ങനെയല്ല. അത് നിർത്തുക, അത് പാടേ ഒഴിവാക്കുക. പിന്നെ ഉള്ളത് പാരന്റ്സ് തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് ആണ്. അപ്പൊ ആർഗ്യുമെന്റ്സ് കണ്ട് വളരുന്ന കുഞ്ഞാണെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് കുഞ്ഞിനൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും കഴിയില്ല. ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന ആ ഒരു ഏജ് എത്തുമ്പോൾ ഒരു പാർട്ട്ണർ ലൈഫിലേക്ക് വരുന്നു. ആ ഒരു പാർട്ട്ണറുമായിട്ട് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ കുഞ്ഞിനെ കൊണ്ട് പറ്റില്ല. അതിന് കോൺഫ്ലിക്ട്സ് വന്നുകൊണ്ടേയിരിക്കും. അതായത് ആ ഒരു റിലേഷൻഷിപ്പിന് ചുമ്മാ തലവും അടിയും എല്ലാം ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ട് ആർഗ്യുമെന്റ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത്, കുഞ്ഞുങ്ങളുടെ ഇമോഷൻസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് എന്ത് ഇമോഷൻ ആണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ വിടുക എന്നുള്ളതാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുക. ഇമോഷൻസിനെ പിടിച്ചു വെക്കാനായിട്ടും സപ്രസ് ചെയ്ത്, അതായത് അടക്കി വെക്കാനായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കരുത്. ഇമോഷൻസ് ഇപ്പൊ കരച്ചിൽ വരുന്നെങ്കിൽ കരഞ്ഞോട്ടെ, ചിരിക്കാൻ തോന്നുന്നെങ്കിൽ ചിരിച്ചോട്ടെ. അതൊരിക്കലും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പെൺകുട്ടികൾ ഉച്ചത്തിൽ ചിരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ വളർന്നതും അങ്ങനത്തെ അങ്ങനെ ഒരു രീതി തന്നെയാണ്. പെൺകുട്ടിയാണ്, എന്തിനാണ് ഇത്രയും കിടന്ന് ഉച്ചത്തിൽ ബഹളം വെച്ച് ചിരിക്കുന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു വൾഗാരിറ്റി തോന്നാത്ത ഒരു സദസ്സിൽ നമ്മളുടെ സിറ്റുവേഷൻ നോക്കി നമ്മൾ ചിരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അല്ലെ. പക്ഷെ നമ്മൾ സിറ്റുവേഷൻ നോക്കണം. സിറ്റുവേഷൻ നോക്കാതെ ചുമ്മാ നമ്മൾ ചിരിച്ച് ഉല്ലസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിറ്റുവേഷൻ അവിടെ ആ ചിരി അനാവശ്യമാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനല്ല, നമുക്ക് സിറ്റുവേഷൻ നോക്കി നമ്മൾക്ക് ചിരിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അല്ലെ. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അങ്ങനെ ചിരിക്കുന്നത് കൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. നമ്മളിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് കൂടിയിരിക്കുന്നത്, നമ്മൾ വീട്ടിലെല്ലാരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടുമ്പോൾ ചിലപ്പോൾ നല്ല ഉച്ചത്തിലൊക്കെ ചിരിക്കും അല്ലെ. അപ്പൊ അത് വലിയൊരു തെറ്റൊന്നും അല്ല. പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ട് എന്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് അത് തെറ്റാണ്. അതായത് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീഡം കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പറയാനെന്നുണ്ടെങ്കിൽ
ഇങ്ങനെ കണക്ക് പറയാതിരിക്കുക. അതായത് ഞാൻ നിനക്ക് ഇത് മേടിച്ചു തന്നില്ലേ, നിനക്ക് ഞാൻ അത് വാങ്ങി തന്നില്ലേ, ഇങ്ങനെ ചെയ്തു തന്നില്ലേ, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ എന്താണ് ആ ഇല്ലാത്ത പൈസ കൊടുത്ത് ഞാൻ ഇങ്ങനെ വാങ്ങി കൊടുത്തതാണ്, ഇതെല്ലാം വാങ്ങി കൊടുത്തതാണ്, എന്നിട്ട് എന്താണ് ഉപയോഗം? ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞു കുട്ടികളാണ്, അവരിത് കേട്ടിട്ടല്ലേ വളരുന്നത്. അപ്പൊ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് വരെ നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരിക്കലും നമ്മളായിട്ട്, അതായത് ഒരിക്കലും അവരായിട്ടല്ല ഭൂമിയിലേക്ക് വന്നത്, നമ്മളാണ് അവരെ കൊണ്ടുവന്നത് അല്ലെ. നമ്മൾക്കൊരു കുഞ്ഞ് ആവശ്യമാണെന്ന് നമ്മൾക്ക് തോന്നി, നമ്മൾ പ്രസവിക്കുന്നു, ഒരു കുഞ്ഞിനെ നമ്മൾക്ക് കിട്ടുന്നു, നമ്മൾ അതിനെ വളർത്തുന്നു. അപ്പൊ നമ്മളിങ്ങനെ അവര് നമ്മളെ ശല്യം ചെയ്തിട്ട് എനിക്കിങ്ങനെ വരണം, എനിക്ക് ഭൂമിയിലേക്ക് വരണം എന്ന് പറഞ്ഞു വന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അവരെ ഇങ്ങനെ നിരന്തരം ഞാൻ അത് വാങ്ങിത്തന്നു, ഇത് വാങ്ങിത്തന്നു, നീ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കണക്ക് പറച്ചിലുണ്ടല്ലോ, അങ്ങനെ ആ ഒരു കണക്ക് പറച്ചിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് പറ്റുന്നത് പോലെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ പൈസ കൊടുത്ത് ഇപ്പം പല പാരന്റ്സും ചിന്തിക്കുന്ന അങ്ങനെയാണ്, ഞാൻ പണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ കുഞ്ഞ് ഒരിക്കലും കഷ്ടപ്പാട് അറിയരുത്, അവന് എന്താണ് എനിക്ക് കിട്ടാത്തതൊക്കെ അവന് കിട്ടണം എന്ന് ചിന്തിക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ട്. അതും ശരിക്കും തെറ്റാണ്. ആ ഒരു പാരന്റിങ് തെറ്റാണ്. അവൻ എന്താണ് കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ് തന്നെ വളരണം, എങ്കിൽ മാത്രമേ അവന് പൈസയുടെ വാല്യൂ എന്താണെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമ്മളിങ്ങനെ എല്ലാം മേടിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവൻ എന്താ വിചാരിക്കുന്നത്, ഇതൊക്കെ നിസ്സാരമാണ്, അച്ഛനമ്മയ്ക്ക് ഇതൊക്കെ വാങ്ങിത്തരാൻ നിസ്സാരമാണ്. പോകെ പോകെ അവന്റെ ആവശ്യങ്ങൾ മാറും. എന്താണ് ഇപ്പോ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണ്, അച്ഛൻ ഒരു മോനെ കൊന്നു, ബൈക്ക് വാങ്ങി കൊടുക്കാത്തതിന്റെ പേരിൽ അടിയായി. ഓൾറെഡി വാങ്ങി കൊടുത്തു, പക്ഷെ അത് അവൻ ഉദ്ദേശിച്ച അത്രയും വലിയ എമൗണ്ടിലുള്ള ഒരു ബൈക്ക് അല്ല. അതുകൊണ്ട് അച്ഛനോട് വന്ന അടിയുണ്ടാക്കി അച്ഛൻ ആ മോനെ അടിച്ചു കൊല്ലുകയും ചെയ്തു. അപ്പോൾ ആ ഒരു മോനെ ആ ഒരു അച്ഛനെ അത്രയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം മോൻ അച്ഛനെ ശല്യം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അയാളുടെ എന്താണ് ഒരിക്കലും ഒരു പാരന്റും സ്വന്തം മക്കളെ കൊല്ലാൻ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലേ, ഒരിക്കലും നമുക്കത് ചിന്തയിൽ പോലും വരില്ല. അപ്പൊ അയാളെ അത്രത്തോളം ചൊടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ മോൻ അത്രയ്ക്ക് അയാളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ കുഞ്ഞുനാൾ മുതലേ പൈസയുടെ വാല്യൂ മനസ്സിലാക്കിക്കുക. ഒരു സാധനം വാങ്ങുമ്പോൾ അല്ലാതെ ഇത്ര രൂപയായി, നിനക്ക് വേണ്ടി ഇത്ര രൂപ, അങ്ങനെയല്ല മോനെ, ഈ പൈസ എന്താണ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണെന്നുള്ളൊരു ഒരു ബോധം. എന്ത് കാര്യം പൈസ കൂടിയ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മേടിച്ചു കൊടുക്കുവല്ല, നോക്കട്ടെ അച്ഛന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. അത് നമുക്ക് അടുത്ത നെക്സ്റ്റ് വീക്ക് നമുക്ക് പൈസ സെറ്റ് ആക്കിയിട്ട് നമുക്ക് മേടിക്കാം. പൈസ ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് കുറവാണ്, കുറച്ചും കൂടെ പൈസ സെറ്റ് ആകുമ്പോൾ നമുക്ക് മേടിച്ചു തരാം, ഞാൻ വാങ്ങിത്തരാം എന്നുള്ള രീതി. അല്ലെങ്കിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ കുട്ടികൾ വന്നിട്ട് വീട്ടിൽ പറയും അവൻ ഇതുണ്ട്, അവന്റെ കയ്യിൽ ഇങ്ങനെ കുറെ കോസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം പറയും, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ ഫോണുണ്ട്, എനിക്ക് ഫോൺ വാങ്ങണം, അല്ലെങ്കിൽ അവരെല്ലാം എന്താണ് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലത്തൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട്, എനിക്ക് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പാരന്റ്സിനോട് വന്ന് പറയും അല്ലേ മക്കള്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾ ചില പാരന്റ്സ് എന്താ വിചാരിക്കും, ഞാനോ പണ്ട് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല, എനിക്കോ അങ്ങനെ പറ്റിയിട്ടില്ല, അപ്പൊ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മോനങ്ങ് കൊടുത്ത് അവൻ പോട്ടെ എന്നുള്ളൊരു സംഭവത്തിലോട്ട് പോകാറുണ്ട് പല പാരന്റ്സ്. പക്ഷെ അത് ഒരു പരിധിവരെ അത് ഓക്കെ ആണ്, ഇല്ലെന്നല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് ഇല്ലാന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. മോനെ അത് എന്താണ്, നമ്മൾക്ക് കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങനെ പോകാം, അല്ലെങ്കിൽ എന്താണ് മോനെ നിനക്കൊരു നല്ല ജോലി, നീ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. ഇപ്പൊ നമ്മുടെ അത്രയും ഒരു സാമ്പത്തിക ശേഷി ഇല്ല എന്ന് വെച്ചിട്ട് നമുക്ക് ട്രിപ്പ് പോകാതിരിക്കുന്നില്ല, നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാം. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഫിനാൻഷ്യലി നമ്മളുടെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയായിരിക്കുമല്ലോ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കുഞ്ഞിനെ കൊണ്ടുപോകാൻ മനസ്സിലാക്കണം. മോനെ ഇത്രയും നമുക്ക് ഫിനാൻഷ്യലി നമ്മളെ കൊണ്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നീട് പൈസ സെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മോൻ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയിട്ടോ നമുക്ക് അവിടെയൊക്കെ പോവാം. അപ്പൊ അവന് അതൊരു ഇൻസ്പിറേഷൻ ആണ്, പഠിച്ച് ജോലി വാങ്ങണം, അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പോകാം എന്നൊക്കെ ഉള്ളൊരു കാര്യം കൂടി അവന് കിട്ടുകയാണ്. അപ്പോൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമ്മൾ അവന്റെ സന്തോഷങ്ങളെല്ലാം നേടിക്കൊടുക്കുക എന്നുള്ളത് ഒരു ബാഡ് പാരന്റിങ് എന്ന് തന്നെ ഞാൻ പറയും. നമ്മൾക്ക് എന്താണോ പറ്റുന്നത് അതിന്റെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതില് നിന്ന് വളരാൻ അവനെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അല്ലാതെ പൈസ ഇല്ലെങ്കിലും പൈസ ഞാൻ ഉണ്ടാക്കി തരാം എന്നുള്ളൊരു മെസ്സേജ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക.
ഇനി പറയാനുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലേ കുഞ്ഞുങ്ങളുടെ ഓരോ സക്സസും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലേ നമ്മളിങ്ങനെ എന്താണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ കുഞ്ഞിന് ഇത് അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് തോന്നുന്നത്, അയ്യോ അവന്റെ കുഞ്ഞിനെ കണ്ടില്ല അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിനെ കണ്ടില്ല, ഇങ്ങനെ ഇതിനൊക്കെ ബെസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം ഉണ്ടല്ലേ. അത് നല്ല കാര്യമാണ്, അത് വളരെ നല്ലൊരു കാര്യമാണ്. മറ്റുള്ളവർ അത് പറഞ്ഞു കേൾക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ മറ്റുള്ളവർക്ക് നല്ലത് പറയാൻ വേണ്ടിയിട്ട് മാത്രം കുഞ്ഞിനെ ഓരോന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അത് തെറ്റാണ്. മറ്റുള്ളവരുടെ വാലിഡേഷൻ കിട്ടാൻ വേണ്ടി മാത്രം കുഞ്ഞിനെ അതായത് കുഞ്ഞിന്റെ താല്പര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവർ ഇത് നല്ലത് പറയും അതുകൊണ്ട് ഇത് നീ ചെയ്യ്, മറ്റുള്ളവർ ഇത് നല്ലത് പറയില്ല അതുകൊണ്ട് നീ ഇത് ചെയ്യണ്ട, അയ്യോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ആൾക്കാർ എന്ത് പറയത്തില്ല, എന്ത് മോശമാണത്, ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ പലപ്പോഴും ആൺകുട്ടികളെയൊക്കെ ഡാൻസ് പഠിക്കാൻ വിടുന്നതൊക്കെ ചിലർക്ക് അതൊരു ഇഷ്ടക്കേട് പോലെയാണ്. ചിലപ്പോൾ ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വാസന ഉണ്ടെങ്കിൽ പോലും ആൺകുട്ടികൾ അങ്ങനെ ഡാൻസ് പഠിക്കുന്നത് അത്ര കുട്ടിക്ക് അങ്ങനെ ഒരു വാസന ഉണ്ടെങ്കിൽ പഠിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്, ഇഷ്ടമുള്ളത് പഠിക്കട്ടെ. പക്ഷെ ചിലർ ഇനി അത് മോശം പറയൂ, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ പോലെ ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ ഇനി പറയൂ, പെണ്ണുങ്ങളല്ലേ ഡാൻസ് ഒക്കെ കളിക്കാൻ പോകുന്നത്, പിന്നെ ഈ ആൺകുട്ടി അത് പഠിക്കാൻ പോകുമ്പോ ഇനി അങ്ങനെ ഒരു രീതിയിലൊക്കെ കാണൂ, അതൊരു മോശമായിട്ട് വരൂ എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ട്. അങ്ങനെയല്ല, കുഞ്ഞിന് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞി പോയിക്കോട്ടെ, മറ്റുള്ളവർ എന്തിനാണ് അതിൽ നോക്കുന്നത്, അത് പോകുന്നത് കൊണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ലല്ലോ. അപ്പൊ മറ്റുള്ളവരുടെ വാലിഡേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലത് പറയുന്ന കാര്യങ്ങൾ മാത്രം കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് അവന്റെ ഇഷ്ടങ്ങൾ കൂടി നോക്കുക, അവന്റെ താല്പര്യങ്ങൾ കൂടി നോക്കുക, അതിലെല്ലാം അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. അവനത് സക്സസ് ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ, അവനത് സക്സസ് ആയിട്ട് വരും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ പോകെ വലുതാകുമ്പോഴും കുഞ്ഞ് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ്. അതായത് ചില കുട്ടികളുണ്ടല്ലോ എല്ലാം സഹിച്ച് ക്ഷമിച്ച് വലുതായി കഴിഞ്ഞാലും മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവര് സൊസൈറ്റി ഇങ്ങനത്തെ കുറെ റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒതുങ്ങി അങ്ങ് ജീവിക്കണം, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്താണ് മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നത്, ഇപ്പം ബീച്ചിൽ പോകുമ്പോൾ അതിൻ്റെതായ ഡ്രസ്സ് ഉണ്ടല്ലേ, പക്ഷെ അതുപോലും കുറച്ച് ഷോർട്സ് ഇട്ടാൽ തന്നെയും അത് എന്തോ ഒരു മോശമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റിയെ അങ്ങനെ ഇട്ട് നടക്കാൻ നമുക്ക് കുറച്ചൊരു മടിയാണ് അല്ലെ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്കത് കംഫർട്ട് ആണെങ്കിൽ, നമ്മൾക്കത് ഇഷ്ടമാണെങ്കിൽ ഇടുന്നത് കൊണ്ട് എന്താണ് തെറ്റ്, അതൊന്നും തെറ്റുമില്ല. നമ്മളുടെ കംഫർട്ട് ആണല്ലോ എല്ലാം, ഡ്രസ്സിങ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ കംഫർട്ടാണ്, നമ്മൾക്കത് ഇഷ്ടപ്പെടുന്നു, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്കത് ഇടാവുന്നതേ ഉണ്ടെങ്കിൽ ഇമോഷണലി അവൈലബിൾ ആകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള പാരന്റ്സ് എല്ലാം ഫിസിക്കലി അവർ അവൈലബിൾ ആണ്, പക്ഷെ അതായത് ഫിസിക്കലി എന്താണ് അവരുടെ പ്രസൻസ് കുഞ്ഞിന് കിട്ടുന്നുണ്ട്, പക്ഷെ ഇമോഷണലി അവരുടെ പ്രസൻസ് കിട്ടുന്നില്ല. നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, നീ അത് ചെയ്യണം, നീ അത് അങ്ങോട്ട് പോടാ, നീ ഇങ്ങോട്ട് പോടാ, ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞിന് കിട്ടുന്നുണ്ട്. അതായത് കുറെ റൂൾസ് മാത്രം. കുഞ്ഞിന്റെ ഇഷ്ടങ്ങൾ എന്താണ്, കുഞ്ഞിനെ ഒരു അല്പനേരം ഇരുന്ന് കേൾക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഇമോഷണലി അവരുടെ അടുത്ത് പ്രസന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇമോഷണൽ പ്രസൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുഞ്ഞിന് പാരന്റ്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇമോഷണലി ഉള്ള പ്രസൻസ് ആണ്. പിന്നെ വരുന്നൊരു കാര്യം, ഇപ്പൊ വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികളെ ഒരുപോലെ കാണുക എന്നുള്ളതാണ്. ഇവൻ ഇളയതാണ്, അതുകൊണ്ട് ഇവന് കുറച്ച് അധികം കൊടുക്കാം. ഇവൻ ഇളയതല്ലേ, ഇളയ കൊച്ചല്ലേ ഇത്, അവന് നീ എന്താ കൊടുക്കാത്തത്, അവനല്ലേ ഈ വീട്ടിലെ ഇളയ കുട്ടി, അങ്ങനത്തെ ഒരു ടോക്ക്. പിന്നെ അല്ലെങ്കിൽ പിന്നെ മൂത്ത കുട്ടി അല്ലെ, ഇവനല്ലേ മൂത്ത കുട്ടി, അതുകൊണ്ട് ഇവനാണ് ബെസ്റ്റ്, മൂത്ത കുട്ടിയല്ലേ, ഇവനാണ് അത് കൊടുക്കേണ്ടിയിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മൂത്ത കുട്ടി അവനാണല്ലോ, അപ്പൊ അവനാണ് വീടിന്റെ ബെസ്റ്റ് എന്ന് പറയുന്ന ആ രീതിയിലുള്ള ടോക്സ് ഒക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ പാർഷ്യാലിറ്റീസ് ഒക്കെ ഒഴിവാക്കുക. അപ്പം പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്, നമുക്ക് പാരന്റിങ് എന്ന് പറയുന്നതേ ഭയങ്കര ഒരു തലവേദന പിടിച്ചൊരു പണിയാണെന്ന് വേണം പറയാം. പക്ഷെ നമുക്കത് ഈസി ആക്കാനായിട്ട് പറ്റും. ഒരുപാട് നമ്മൾ അതിനെ ഇങ്ങനെ തലയിലെടുത്ത് വെക്കാതെ, അതായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടോ, ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടോ, ഇതൊക്കെ നമ്മളെടുത്ത് തലയിലോട്ട് വെച്ച് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആകുന്നതിന് പകരം മതി നമ്മൾക്ക് കുഞ്ഞിനാളില് നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വിഷമങ്ങൾ വരുമ്പോഴും ഓടി ചെന്ന് പറയാനായിട്ട് നമ്മുടെ പാരന്റ്സ് അവൈലബിൾ ആയിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ അവൈലബിൾ ആയിരുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നല്ല കാര്യമായിരുന്നു. ഇതെല്ലാം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അങ്ങനെ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. നമ്മൾ കുഞ്ഞിന് കേൾക്കാനൊരിടമാകുക എന്നുള്ളതാണ്. കരുതൽ കൊടുക്കുക എന്ന് വെച്ചിട്ട് എല്ലാം ഫ്രീ ആക്കി വിടുക എന്നുള്ളതല്ല.
തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. 18 വയസ്സ് വരെ അത് നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുവാണ്. സോ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.